ഈ രാഷ്ട്രീയത്തിൽ വിജയം നേടാൻ എന്തു വളഞ്ഞ വഴിയും ആളുകൾ സ്വീകരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്ത അങ്ങനെയാണ്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഭീകര സ്വഭാവമുള്ള സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, പ്രത്യേകിച്ച് CPM, ഇപ്പോൾ SDPIയുടെ ഒക്കെ സഹായം തേടുന്നുണ്ട് എന്നുള്ള പരോക്ഷമായി ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പരസ്യമായി SDPIയോട് ഒരു മുന്നണി ഉണ്ടാക്കാൻ കേരളത്തിൽ CPMും കോൺഗ്രസും തയ്യാറായിട്ടില്ല. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്ത അതല്ല. ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ BJPയുടെ സഹയാത്രികരായിരുന്ന AIDMK SDPI ആയിട്ട് മുന്നണി ഉണ്ടാക്കി അവരുടെ ഒരു സീറ്റ് SDPI സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുകയാണ്. ആ സീറ്റിൽ അയാൾ ജയിച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പ്രതിനിധി ഇന്ത്യൻ പാർലമെൻറ്റിലെത്തുന്ന സ്ഥിതി ഉണ്ടാവും. എത്ര ആശങ്കാജനകമാണ് വാസ്തവം. കാരണം ഒരു മേജർ മുന്നണിയിൽ അതിനെ ഘടകകക്ഷിയായിട്ട് എടുത്തിരിക്കുകയാണ്. അതെ, അത് വിജയിക്കുമോ ഇല്ലയോ? അതായത് BJPയുടെ സഖ്യകക്ഷി BJPയുമായി ബന്ധമൊഴിഞ്ഞപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തിന് ഏറ്റവും ഘടകവിരുദ്ധമായ രാഷ്ട്രീയം പറയുന്ന SDPIയുടെ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. അതെ, എന്നാ പിന്നെ മുസ്ലിം ലീഗുമായിട്ടോ മറ്റോ ഒക്കെ മുന്നണി മനസ്സിലാവും. DMKയിലായിപ്പോയി. അതെ, ഈ കേരളത്തിലും കർണാടകത്തിലും ഒരു സഖ്യത്തിലും SDPI ഇല്ല, മത്സരിക്കണ്ടെന്നും തീരുമാനിച്ചു. അതെ, കേരളത്തിൽ അത് CPMനെ സഹായിക്കാനാണ്. കേരളത്തിൽ കർണാടകത്തിലും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്തോ ഒരു അജണ്ടയുടെ ഭാഗമോ മുൻകൂട്ടി തയ്യാറാക്കിയ ഏതോ സഖ്യത്തിന്റെ ഭാഗമോ. കേരളത്തിൽ ഇവരുടെ ചില പോക്കറ്റുകൾ, ഇപ്പോൾ ഈരാറ്റുപേട്ട, പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറ്റവും കൃത്യമായ ഏറ്റവും വലിയ കൺസോളിഡേഷൻ, അതായത് PC ജോർജിനെ ഞങ്ങൾ പുറത്താക്കി രാഷ്ട്രീയമായി എടുക്കാച്ചരക്കാക്കി എന്ന് ഈരാറ്റുപേട്ടയിൽ ഒരു മൗലവി പ്രസംഗിക്കുന്ന കഴിഞ്ഞ ദിവസം വീഡിയോ നമ്മൾ കണ്ടതാണ്. ആ ഈരാറ്റുപേട്ടയുടെ കാര്യത്തിൽ സർവകക്ഷി യോഗത്തിൽ വെച്ച് ഹുസൈൻ മടവൂരും പിണറായി വിജയനും തമ്മിൽ ഇടയുകയും ചെയ്തിരുന്നു. എന്നിട്ട് സുപ്രഭാതത്തിൽ 2 മുഖപ്രസംഗങ്ങൾ പിണറായി വിജയനെതിരെ വരികയും ചെയ്തു. സുപ്രഭാതത്തിലും വന്നു, സിറാജിലും വന്നു. അതെ, വന്നു. ഇത് ഈ പത്തനംതിട്ടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്വാധീനമുള്ള സ്ഥലമാണ് SDPIക്ക് മണ്ഡലത്തിൽ. അത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ ഈരാറ്റുപേട്ട സംഭവത്തിലെടുത്ത നിലപാടിന് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഐസക്കും എടുത്തത്. അതായത് മറ്റേ വികാരിക്ക് വലിയ പരിക്കൊന്നും ഏറ്റിട്ടില്ല, വലിയ ദോഷമൊന്നും ഈ. പക്ഷെ പിണറായി അങ്ങനെയല്ല പറഞ്ഞത്. പിണറായി പറഞ്ഞത് 2 തവണയും പറഞ്ഞത് തെമ്മാടിത്തരമാണ് കാണിച്ചത്, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതാണ് അതിന് ഘടകവിരുദ്ധാണ് ഐസക്കിന്റെ നിലപാട്. ഐസക്ക് പക്ഷേ എല്ലാ വിഭാഗക്കാരും ഉണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛന് കാര്യമായ പരിക്കൊന്നും പറ്റിയില്ല, പരിക്കൊന്നുമില്ല, അങ്ങനെ വലിയ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിലും. പക്ഷേ പിണറായി പറഞ്ഞു തെമ്മാടിത്തരമാണ് കാണിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കെതിരെ വധശ്രമത്തിന് 307-ാം വകുപ്പ് IPC പ്രകാരം ഇട്ട വകുപ്പുകൾ ജില്ലാ പോലീസ് ഒഴിവാക്കിയത്? അതെ, പിണറായിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് രഹസ്യ നിർദ്ദേശം പരസ്യമായി ഇത് പറഞ്ഞു, ക്രിസ്ത്യാനികളെ സൂചിപ്പിക്കാൻ വേണ്ടി, രഹസ്യമായി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കേസ് ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ ഒഴിവാക്കിയും കൊടുത്തു. അത് പിന്നീടായിരിക്കും തിരിച്ചറിവുണ്ടായത് ഈ മുഖപ്രസംഗങ്ങളൊക്കെ കണ്ടപ്പോൾ. അല്ല, മുഖപ്രസംഗം ആദ്യത്തെ മുഖപ്രസംഗം വന്നതിന് ശേഷവും പിണറായി നിലപാട് ആവർത്തിച്ചു. പിന്നെയും എന്തെങ്കിലും സംസാരം ഉണ്ടായി കാണണം. രാഷ്ട്രീയമാണല്ലോ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അദ്ദേഹം അവിടെ വെച്ചിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം അദ്ദേഹത്തിൻ്റെ നിലപാടും സർക്കാരിൻ്റെ നിലപാടും. കാരണം ഈ മുസ്ലിങ്ങളെ മാത്രമാണ് പിടിച്ചുകൊണ്ടുപോയത്. മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്നവരെ പിടിച്ചോണ്ട് പോകണമായിരുന്നു. അതെ, പേരൊട്ട് വന്നതുമില്ല പിടിച്ചുകൊണ്ടുപോയ ആളുകളുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലും. ഇനി UDFനെയാണ് ഇവർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചിട്ടുള്ളത് എന്നവരെ SDPI അവകാശപ്പെടുന്നുണ്ട്. ഞാൻ വായിച്ചിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള വിലയിരുത്തലും ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. SDPI ഇല്ലാത്തടത്തൊക്കെ ഈ UDF SDPIക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നിരിക്കട്ടെ, അവിടെയൊക്കെ UDFന് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. 2014 SDPIക്ക് മൊത്തം
കേരളത്തിൽ ആ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2.73 ലക്ഷം വോട്ട് കിട്ടിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് 2019 വലിയ കുറവ് വന്നു. 80,000 വോട്ട് മാത്രമായിട്ട് ചുരുങ്ങി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വോട്ട് മറിച്ചിട്ടുണ്ടെന്നാണല്ലോ അതിനർത്ഥം. അത് കാസർഗോഡ്, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ ഇത്രയും മണ്ഡലങ്ങളിലാണ് UDFന് അത് സഹായമായിട്ട് വന്നത്. 2019 അവർ 10 സീറ്റിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ളൂ. ബാക്കി സീറ്റ് സഖ്യം കാരണോ മറ്റോ മാറ്റിവെച്ചു. 5 മണ്ഡലങ്ങളിൽ അവർ 4ാം സ്ഥാനത്ത് വന്നു. ഓരോ സ്ഥലത്തും കിട്ടിയ വോട്ട് നമുക്ക് നോക്കാം. 5 മണ്ഡലങ്ങൾ ഏതാ? 5 മണ്ഡലങ്ങൾ 4ാം സ്ഥാനത്ത് ഏതാന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. 5 മണ്ഡലങ്ങൾ എന്നുള്ളതാണ്. മലപ്പുറത്ത് 19,106 വോട്ട്. ഇവരുടെ ശക്തി എങ്ങനെയാണെന്ന് ഓരോ മണ്ഡലം സാറ് പറയുന്ന മണ്ഡലങ്ങൾ തന്നെ ആയിരിക്കണം ഈ 5 മണ്ഡലങ്ങൾ. പൊന്നാനി 18,127 വോട്ട്. അത് തന്നെ. മലപ്പുറം 19,106. ഇതാണ് 5 മണ്ഡലം. പൊന്നാനി 18,127. കണ്ണൂർ 8,142. വടകര 5,544. വയനാട് 5,426. 2014 2.73 ലക്ഷം വോട്ട് പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാസർഗോട്ട് 9,173 അന്ന് കിട്ടിയത്. പത്തനംതിട്ടയിൽ 11,353. കൊല്ലത്ത് 12,812. ഇടുക്കി 10,401. തൃശ്ശൂർ 6,894. ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ 2019 UDFന് വലിയ വിജയങ്ങൾ കിട്ടി. കാസർഗോഡ്, ഇടുക്കി, തൃശ്ശൂർ 3 മണ്ഡലങ്ങൾ. അസംബ്ലി ഇലക്ഷൻ 2019 പാർലമെന്റ് ഇലക്ഷൻ അസംബ്ലിയുടെ പറയാം. 2019 UDFന് വലിയ വിജയം കാസർഗോഡ്, ഇടുക്കി, തൃശ്ശൂർ കിട്ടിയത് ഈ SDPI വോട്ട് മറിച്ചിട്ടാണെന്നാണ് വിലയിരുത്തൽ. അതായത് അതിൽ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ആ 3 മണ്ഡലങ്ങളും CPMന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. UDF 30 കൊല്ലമായിട്ട് കാസർഗോഡ് CPMന്റെ കയ്യിലാണ്. അവിടെയാണ് ആ ഡിബക്കിൾ സംഭവിച്ചത്. 2018 CPMുമായിട്ട് അതിൻ്റെ കാരണം 2019 ഇങ്ങനെ SDPI UDFന്റെ കൂടെ നിൽക്കാനുള്ള കാരണം മഹാരാജാസ് കോളേജിൽ 2018 നടന്ന അഭിമന്യു സംഭവം. അതെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയല്ലോ സിനിമ പറയുന്ന പോലെ. അതെ. അതുകൊണ്ട് ഇത്തവണ വേണമെങ്കിൽ CPMന്റെ കൂടെ ആയിരിക്കും. CPMന്റെ കൂടെ വേണമെങ്കിൽ എന്നല്ല, നമ്മൾ പ്രകടമായും പലയിടത്തും കാണുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടും SDPI. ഗവർണർ പോലും പറഞ്ഞു SFIക്കാർ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടുകാരാണ്, പോപ്പുലർ ഫ്രണ്ടാണെന്ന്. അഭിമന്യു സംഭവം അന്ന് ഇമ്മീഡിയറ്റ് ഉള്ള പ്രൊവക്കേഷൻ. 2018 കഴിഞ്ഞിട്ട് 2019 വരുന്നു. അന്ന് അവരുടെ പ്രതികളെയൊക്കെ ഒഴിവാക്കി കൊടുക്കുക, പിടിക്കാതെ പോയതും അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഇതുവരെ കത്തി കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല. എന്തിന് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് കോടതിയിൽ നിന്ന് രേഖകൾ മുഴുവൻ കാണാതെ പോയി. രേഖകൾ മുഴുവൻ പോയി. മൊത്തം കോപ്പികൾ അതിന്റെ പോയി. വേറെ ഫോട്ടോസ്റ്റാറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന അത് ശരിയായി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന ദൈവത്തിനറിയാം. അപ്പൊ ഇങ്ങനെ മൊത്തം സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അഭിമന്യുവധത്തില് സർക്കാർ, CPM. അപ്പോൾ അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി 2016 2021 അസംബ്ലി 2021 40 സീറ്റിൽ മത്സരിച്ചു. 75,566 വോട്ട് കിട്ടി. അതാണ് അസംബ്ലിയിലെ. 2016 88 സീറ്റിൽ മത്സരിച്ചു. 1,23,243 വോട്ട് കിട്ടി. മുഴുവൻ സീറ്റിലൊന്നും മത്സരിക്കുന്നില്ല. ഇവർക്ക് കിട്ടിയ വോട്ട് 2011 0.9% ആയിരുന്നു. അത് 0.6% ആയിട്ട് കുറഞ്ഞു 2016. 2021 0.4% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. വോട്ട് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന സീറ്റുമൊക്കെ കൂടുതൽ ഇന്ന് കുറയുന്നുണ്ട്. അവര് 80 ആയിരുന്നത് 60 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വോട്ട് മറിക്കുന്നുണ്ടാവും. ഇതാണ് SDPIയുടെ അവസ്ഥ. അപ്പോൾ SDPIയെ കൈകാര്യം ചെയ്തിട്ടുണ്ട് 2018 ശേഷം.
അതായത് ഇപ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ നിരോധിക്കാൻ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ ചില വലിയ കടമ്പകളുള്ളതുകൊണ്ടാണ് SDPI ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ SDPIക്ക് സ്വീകാര്യത കൊടുക്കാൻ കോൺഗ്രസ്, CPM, ഇപ്പോൾ തമിഴ്നാട്ടിലെ ADMK ഒക്കെ തയ്യാറാവുകയാണ്. കോൺഗ്രസ് വലിയ തോതിൽ തയ്യാറായി 5 കൊല്ലം മുമ്പ്. അതിൻ്റെ ഒരു പുതിയ മുഖമാണ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നത്. തമിഴ്നാട്ടിൽ ADMK BJPയുടെ സഖ്യകക്ഷിയായിരുന്ന ADMK BJP മുന്നണി വിട്ടപ്പോൾ SDPI ആണ് പകരം പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ വോട്ട് ചെയ്ത് ഇവരെ SDPIക്ക് ജയിക്കാൻ മാത്രം വോട്ടൊന്നും ഉണ്ടാവില്ല. അണ്ണാ DMK വോട്ട് കൊടുത്ത് പാർലമെന്റിലേക്ക് SDPയുടെ പ്രതിനിധിയെ അയക്കുന്നു എന്ന് അത് പ്രത്യക്ഷമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. കേരളത്തിൽ സീറ്റൊന്നും കൊടുത്തില്ല. വലിയ ചിലപ്പോൾ ചോദിച്ചാൽ ഒരു സീറ്റ് കൊടുക്കില്ല. കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ മറ്റേ പ്രച്ഛന്നമായിട്ട് വരാമല്ലോ. അതെ, സ്വതന്ത്രൻ ജലീൽ വന്നതുപോലെ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന. പക്ഷേ ADMK കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു നീക്കമാണ്. കാരണം ഈ ഒരു തെറ്റ് എന്തൊക്കെയാണെങ്കിലും വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്ന മോദി സർക്കാരിനും BJPക്കും പൊറുക്കാൻ കഴിയുന്നതായിരിക്കത്തില്ല ഒരിക്കലും. തമിഴ്നാട്ടിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ ടാർഗറ്റ് ഇനിമേൽ DMK ആയിരിക്കില്ല, ADMK ആയിരിക്കും എന്നും ചിലപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എത്രമാത്രം ഈ പ്രവചന സ്വഭാവം ഉള്ള ആളാണ് അണ്ണാമലൈ. അദ്ദേഹം അണ്ണാ DMK നമ്മൾ തള്ളിക്കളയണം, നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം എന്നൊരു നിലപാട്. അണ്ണാമലൈ ഒരു വിഷണറി പൊളിറ്റീഷ്യനാണ്. അതെ. അദ്ദേഹം പോലീസുകാരനായതുകൊണ്ട് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ DMKയുടെ കഥ കഴിയാൻ പോവുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വിലയിരുത്തിയ പോലെ SDPയുടെ കേരളത്തിലെ കാര്യം CPM-ഉം വിലയിരുത്തി കാണുമല്ലോ. 2019 കാസർഗോഡൊക്കെ നഷ്ടപ്പെട്ടില്ലേ, 3 സീറ്റ് കയ്യിലിരുന്ന് പോയില്ലേ. അതുകൊണ്ടൊരു പാച്ചപ്പ് തീർച്ചയായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ADMK സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ DMK അല്ല, ADMKയുടെ കഥ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം കേന്ദ്ര ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും വലിയ ജാഗ്രതായ ഒരു നിരീക്ഷണവും നടപടികളും നേരിടാൻ പോകുന്നത് DMKയ്ക്ക് മുമ്പ് ADMK ആയിരിക്കും എന്ന് നമുക്ക് വായിച്ചെടുക്കാം എന്ന് തോന്നുന്നു. വേറൊരു കാര്യം കൂടി നമുക്ക് ഊഹിക്കാം. അണ്ണാ DMKക്ക് വരുന്ന ഫണ്ട് എവിടെ നിന്ന് എന്നുള്ള അന്വേഷണം ഉണ്ടാവും, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവാം. ഇപ്പം തന്നെ ഒരു ADMK MPയുടെ വീട്ടിൽ ED അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.